ഇവിടെയുള്ള വൃന്ദാവനത്തിലുള്ള ആൾക്കാരും ഇങ്ങനത്തെ ഈ കാട്ടു ചെടികൾ ഒടിച്ച് ഉണക്കിയിട്ടാണ് അവർ കത്തിക്കുന്നത്. പിന്നെ കൂടുതലും ചാണകം ഉണക്കി അതും ഈ വള്ളികളും ഈ കാട്ടുചെടികളും ഒക്കെ പച്ചയ്ക്ക് തന്നെ വെട്ടിയിട്ട് അവർ ഉണക്കിയിട്ടാണ് ചാണകവും കൂട്ടിയിട്ട് കത്തിച്ച് അടുപ്പിൽ തീ കത്തിക്കുന്നത്. നമുക്കൊക്കെ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടും നമ്മളതൊക്കെ നമുക്ക് ഒന്നല്ലാന്ന് തോന്നണല്ലേ. ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, ദൈവമേ നമ്മൾ എത്രയും ഭാഗ്യവന്മാരായിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് തോന്നി. ഈ വക ചെടികളൊക്കെ പച്ചയ്ക്ക് തന്നെ വെട്ടി അത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ചാണകവും പശുക്കൾ ഇഷ്ടം പോലെ ഉണ്ട് വൃന്ദാവനത്തിൽ. പശുക്കളെ ചാണകം കൊണ്ട് ഒരുപാട് അവർ ഉണക്കി ഭസ്മവും അതുപോലെ തന്നെ അവർക്ക് കത്തിക്കാനുള്ളതാക്കിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വീടും റോഡും ഒക്കെ ചാണകം മെഴുകിയിട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ വളരെ പക്ഷേ അത്ര വൃത്തി എന്ന് പറയാനായിട്ട് അധികമൊന്നുമില്ല, എങ്കിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഓരോ കാഴ്ചകളും കാണുമ്പോഴും പഴയ കെട്ടിടങ്ങളൊക്കെ പുതുക്കി പണി തുടങ്ങി. ഒരുപാട് മാറ്റങ്ങൾ വന്നു. വർഷങ്ങൾക്കും 1000 വർഷങ്ങൾക്കൊക്കെ മുന്നൊക്കെ ഉണ്ടായിരുന്ന മന്ദിരങ്ങളൊക്കെ കെട്ടിടങ്ങളൊക്കെ അതുപോലെ ബർസാനിയൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ ഒരേ ഭാഗം പൊളിഞ്ഞ് പോകുന്നു. അതൊക്കെ ഇപ്പോൾ പുതിയതായി കെട്ടിത്തുടങ്ങി. ബർസാനയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിശയവും. യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ബർസാനയൊക്കെ. അതേപോലെ തന്നെ പക്ഷേ ഒരേ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി അതൊക്കെ കണ്ടപ്പോൾ. ദൈവമേ, നമ്മളൊക്കെ എത്രയും ഭാഗ്യവന്മാരാണ്. നമുക്ക് വീടും ലൈറ്റും ഫാനും കറണ്ടും മിക്സിയും ഗ്യാസും ഇൻവെർട്ടറും ഫിൽറ്ററും ഒക്കെ നമുക്ക് കിട്ടിയിട്ടും നമുക്കൊന്നുമില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഇതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതലാണെന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിലും കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത്രയൊക്കെ നമുക്ക് ഭഗവാൻ തന്നില്ലേ എന്നുള്ള ചിന്ത. ഇവരൊക്കെ ജീവിതം കാണുമ്പോൾ നമുക്ക് ശരിക്കും പറയാൻ തോന്നിക്കും, ഇവരും മനുഷ്യർ തന്നെയാണ്. ഓരോ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓരോരുത്തരടുത്തും കൈ നീട്ടുന്നുണ്ട്. രാധാറാണിയുടെയും കൃഷ്ണ ഭഗവാന്റെയും ജന്മസ്ഥലമായുള്ള വൃന്ദാവനത്തിൽ എത്രയോ കുഞ്ഞു മക്കൾ നമ്മുടെ അടുത്ത് വന്ന് കൈ നീട്ടണം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ